മക്കളെ, വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. അപ്പോൾ ഇതാ നമ്മുടെ CUT എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ഹെൻറീസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, റെഡി ആണോ? അപ്പോൾ ആദ്യം തന്നെ ഹെൻറീസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹെൻറീസ് ലോ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ആ ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സൊല്യൂബിലിറ്റി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ പ്രഷറിന്, പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് അല്ലെ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. P = KH × മോൾ ഫ്രാക്ഷൻ ആണ് ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, ദ ഓർഡർ ഓഫ് KH values of A, B and C gases is KHA, KHC, KHB ഒക്കെ തന്നിട്ടുണ്ട്. Then the correct order of their solubility in a liquid at a given temperature. സൊല്യൂബിലിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മക്കൾക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? യെസ്, നമ്മുടെ ഹെൻറീസ് കോൺസ്റ്റന്റും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി അല്ലെ. എന്താണ് ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, KH കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറവായിരിക്കും, സൊല്യൂബിലിറ്റി കുറയും. ഇത് മാത്രം അറിഞ്ഞാൽ മതി ഇത് ചെയ്യാൻ അല്ലെ. KH വാല്യൂ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതില് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ KH കൂടുതൽ ഏതിനാ നോക്കുക, അപ്പൊ അതിന് സൊല്യൂബിലിറ്റി കുറവായിരിക്കും വരിക. ഓക്കെ, സോ KH ആർക്കാ കൂടുതല്? A കെലയുടെ കൂടുതല്. യെസ്, ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. KHA, KHB, സോറി B അല്ല, പിന്നെ C ആ തന്നിട്ടുള്ളത് അല്ലെ. ഓക്കെ, C ആണ് തന്നിട്ടുള്ളത്. KHC ആൻഡ് ദെൻ ഏറ്റവും കുറവ് KHBക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൊല്യൂബിലിറ്റിയുടെ ഓർഡർ ഏതാ? ആർക്കാണോ KH വാല്യൂ കുറവ് അവന് സൊല്യൂബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ സൊല്യൂബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയാണ് വരിക അല്ലെ? Bക്കാണ് ഏറ്റവും കുറവ് KH വാല്യൂ വന്നിട്ടുള്ളത്, അപ്പൊ അവനാണ് സൊല്യൂബിലിറ്റി കൂടുക. അപ്പൊ Bക്കാണ് ഏറ്റവും കൂടുതൽ വരിക, then C, then A അല്ലെ. BCA ഇങ്ങനെയാണ് വരിക. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഈസി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ സോഡ വാട്ടർ ഇൻക്രീസസ് വിത്ത്. സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ സോഡ വാട്ടർ ഇൻക്രീസസ് വിത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ സോഡ വാട്ടറിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ സൊല്യൂബിലിറ്റി എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ഓക്കെ, എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? നമുക്കറിയാം, ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സൊല്യൂബിലിറ്റി പ്രഷറിന് അല്ലെ, ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും, പ്രഷർ കൂട്ടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. ആൻഡ് ടെമ്പറേച്ചറിന്റെ റോൾ എന്താ മക്കളെ? പഠിച്ചിട്ടില്ലേ? ടെമ്പറേച്ചറിന്റെ റോൾ എന്താ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സൊല്യൂബിലിറ്റി കുറയാണ് ചെയ്യുക. ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സൊല്യൂബിലിറ്റി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഏതാ മക്കളെ? ഇൻക്രീസസ് ഇൻ പ്രഷർ. സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ സോഡ വാട്ടർ സൊല്യൂബിലിറ്റി കൂടെ എപ്പോഴാണ്? ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലെ. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അപ്പൊ അടുത്തത് നമ്മുടെ റോൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഹെൻറീസ് ലോ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റോൾസ് ലോ എന്ന് പറയുന്നത് അല്ലെ. സോ റോൾസ് ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ലിക്വിഡ് സൊല്യൂഷൻസ് അല്ലെ. ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസിലാണ്. അപ്പോൾ നോക്കിക്കേ, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. എന്താ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈസിലി വാപ്പറൈസബിൾ ആയിരിക്കണം. അപ്പൊ ഈസിലി വാപ്പറൈസബിൾ ആയിട്ടുള്ള 2 ലിക്വിഡുകൾ എടുക്കുക. ആ 2 ലിക്വിഡിനെയും മിസ് എന്താക്കാൻ പോവാണ്? മിക്സ് ആക്കാനായിട്ട് പോവാണ്. ഓക്കെ, 2 ലിക്വിഡ് എടുത്തു. എന്താ നോക്കിക്കോ, ഞാനിവിടെ ഒരു ലിക്വിഡ് എടുത്തു, വോളറ്റൈൽ ലിക്വിഡ് A. ഓക്കെ, വോളറ്റൈൽ ലിക്വിഡ് A എടുത്തു. ഇനി അതേപോലെ തന്നെ മിസ് അടുത്ത ലിക്വിഡ് എടുക്കുക. This is volatile liquid B. Okay, volatile liquid A, volatile liquid B. ഇനി എയുടെ വേപ്പർ പ്രഷർ നോക്കിക്കേ. എയുടെ
വേപ്പർ പ്രഷർ അല്ലെ. എ എന്ന് പറഞ്ഞ ലിക്വിഡിന്റെ മേലെ എന്തുണ്ടായിരിക്കും? യെസ്, ഇവിടെ ഇതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും അല്ലെ. സോ ആ ഒരു പ്യുവർ ലിക്വിഡ് ആണ് എ എന്ന് പറയുന്നത്, പ്യുവർ ആയിട്ടുള്ള ലിക്വിഡ് ആണ്. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ ഞാൻ P0A എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ബിയുടെ മേലെ ബിയുടെ എന്തുണ്ടായിരിക്കും? വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും, വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് P0B. ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് ബി. പ്യുവർ ലിക്വിഡ് ബിയുടെ ആണ്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ആക്കാനായിട്ട് പോകണം അല്ലെ. മിക്സ് രണ്ടും കൂടെ എന്ത് ചെയ്തു? മിക്സ് ആക്കി. മിക്സ്. അപ്പൊ എന്തുണ്ടാവും? രണ്ടിന്റെയും വേപ്പർ പ്രഷർ ഉണ്ടാവും അല്ലെ. ഇതിന് മേലെ ആ എയുടെ വേപ്പർ പ്രഷറും ഉണ്ടാവും, അതേപോലെ തന്നെ ബിയുടെ വേപ്പർ പ്രഷറും ഉണ്ടാവും. ഓക്കെ അല്ലേ. സോ ഇവിടുത്തെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്തായിരിക്കും? ഇത് A+B ആണ്. എയും ബിയും കൂടെ മിക്സ് ആക്കി. അപ്പൊ ഒരു സൊല്യൂഷൻ ആണ് അവിടെ അല്ലെ. ഈ ലിക്വിഡും കൂടെ മിക്സ് ആക്കി. സോ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് A and B. എയുടെയും ബിയുടെയും സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്താ മക്കളെ? ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയുടെ വേപ്പർ പ്രഷറിന്റെയും ബിയുടെ വേപ്പർ പ്രഷറിന്റെയും സമ്മാണ് അല്ലെ. എയുടെയും ബിയുടെയും വേപ്പർ പ്രഷറിന്റെ സമ്മായിരിക്കും PA+PB ആയിരിക്കും. ഇനി നമ്മുടെ റോൾസ് ലോ പറയുന്ന കാര്യമാണ്, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of each component. ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ PA എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ? അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? PA equal to P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A. PA is equal to P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A. അതേപോലെ ബിയുടെ വേപ്പർ പ്രഷർ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ? ആ മോൾ ഫ്രാക്ഷൻ ഓഫ് ബിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാനായിട്ട് പറ്റും PB equal to P0B മോൾ ഫ്രാക്ഷൻ ഓഫ് B. PB equal to P0B മോൾ ഫ്രാക്ഷൻ ഓഫ് B. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. എയുടെ വേപ്പർ പ്രഷർ P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A. ബിയുടെ വേപ്പർ പ്രഷർ P0B മോൾ ഫ്രാക്ഷൻ ഓഫ് B. എന്താ P0A എന്ന് പറഞ്ഞാൽ? പ്യുവർ ലിക്വിഡ് എയുടെ വേപ്പർ പ്രഷർ ആണ്. ആൻഡ് P0B എന്ന് പറഞ്ഞാലോ? പ്യുവർ ലിക്വിഡ് ബിയുടെ വേപ്പർ പ്രഷർ ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത് സം ചെയ്താൽ മതി, നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടും. PAക്ക് നമ്മൾ എന്ത് കൊടുക്കാം? P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A എന്ന് കൊടുക്കാം. PBക്ക് നമുക്ക് എന്ത് കൊടുക്കാം? P0B മോൾ ഫ്രാക്ഷൻ ഓഫ് B എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടോട്ടൽ വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ. അക്കോർഡിംഗ് ടു റോൾസ് ലോ ടോട്ടൽ വേപ്പർ പ്രഷർ കാണാൻ അല്ലെ, വോളറ്റൈൽ ലിക്വിഡ്സിന്റെ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കാണാൻ എന്ത് ചെയ്താൽ മതി? P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A പ്ലസ് P0B മോൾ ഫ്രാക്ഷൻ ഓഫ് B ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇതില് P0Aയും P0Bയും എന്താണ്? പ്യുവർ ലിക്വിഡ് എയുടെയും ബിയുടെയും വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷറാണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. സോ ആദ്യം തന്നെ 1 mole of heptane was mixed with 4 mole of octane. The vapor pressure of resulting ideal solution is എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഹെപ്റ്റൈനും ഒക്ടൈനും തമ്മിൽ മിക്സ് ആക്കിയിട്ടുണ്ട്, അതിന്റെ മോൾസ് ഒക്കെ തന്നിട്ടുണ്ട്. റിസൾട്ടിങ് ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലെ. ഏതാണ്? ടോട്ടൽ വേപ്പർ പ്രഷർ ഈക്വൽ ടു P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A പ്ലസ് P0B മോൾ ഫ്രാക്ഷൻ ഓഫ് B. അപ്പൊ ഇതിലെ ഹെപ്റ്റൈനെ നമുക്ക് A ആയിട്ട് എടുക്കാം, ഒക്ടൈനെ നമുക്ക് B ആയിട്ട് എടുക്കാം. ഓക്കെ, ശരി. ഇക്വേഷൻ ഉപയോഗിച്ച് മക്കൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മിസ്സിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഒറ്റയ്ക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ചോദ്യം. അപ്പൊ എന്താ വരിക? അതാ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു, ആദ്യം മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചേക്കാം അല്ലെ. യെസ്, ആദ്യം മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചേക്കാം. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അല്ലെ, എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാടാ? 1 mole ഓഫ് ഹെപ്റ്റൈൻ. സോ 1 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 4 1 5. ഓക്കെ, യെസ്. ഇനി അതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഒന്ന് പറഞ്ഞേ. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്താ? ബിയുടെ നമ്പർ ഓഫ് മോൾസ് 4 ആണ് അല്ലെ. അപ്പം 4 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 5. 4 ബൈ 5. ഓക്കെ, റെഡി? യെസ്. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു
P0A എത്രയാ 92. അപ്പൊ 92 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ എത്രയാ 1/5 പ്ലസ് P0B എത്രയാടാ 31 ആണ് അല്ലെ. അപ്പൊ 31 എന്ന് കൊടുക്കുക ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി 4/5 ചെയ്യാം. അപ്പൊ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എത്രയാണെന്ന് മിസ്സിന്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. യെസ്, ഇവിടെ 18.4 എന്ന് കിട്ടും. ആൻഡ് അടുത്തത് നമുക്ക് കിട്ടുക 24.8 എന്ന് കിട്ടും. ഇനി ടോട്ടൽ ചെയ്ത് നോക്കുക. യെസ്, അപ്പൊ 43.2 എന്നാണ് മിസ്സിന് കിട്ടിയത്. 43.2 mmHg. ഓക്കെ, ഇത്രയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? യെസ്, അപ്പൊ 43.2 millimeter ഓഫ് മെർക്കുറി ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ ഓരോ ചോദ്യം കറക്റ്റ് ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കിത് സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എന്തുണ്ട്, ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. സോ ആ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് ഓരോ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ദ വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് അല്ലെ, അടുത്തത് കാണുമ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോക്കിക്കേ. ദ വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം and dichloromethane at 298 Kelvin are 400 mmHg and 615 mmHg. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണല്ലേ. അപ്പൊ ആദ്യം തന്നെ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം. നോക്കിക്കേ, വേപ്പർ പ്രഷർ ആരുടെയൊക്കെ തന്നിട്ടുണ്ട്? നമ്മുടെ കയ്യിൽ ക്ലോറോഫോം ഉണ്ട്, അതേപോലെ തന്നെ ഡൈക്ലോറോമീഥൈൻ CH2Cl2 ഉണ്ട്. ഇവരുടെ വേപ്പർ പ്രഷർ എത്രയാ തന്നിട്ടുള്ളത്? 400ഉം 615ഉം ആണ് അല്ലെ. അപ്പൊ ഇവിടെ 400 mmHg ആൻഡ് 615 millimeter ഓഫ് മെർക്കുറി ആണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് CHCl3 ഇൻ വേപ്പർ ഫേസ്? അതാണ് പോയിന്റ്, അവിടെ നോട്ട് ചെയ്യണം. മോൾ ഫ്രാക്ഷൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ലിക്വിഡ് ഫേസിലുള്ളത് ഒന്നുമല്ല. ഏത് ഫേസിലാണ്? വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ. അപ്പൊ വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ കാണാൻ മക്കൾക്ക് അറിയോ? വേപ്പർ ഫേസിലെ കാണാൻ YCHCl3 ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതാണ് മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ്. മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ്. അപ്പൊ അത് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മുടെ CHCl3യുടെ പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ ചെയ്താൽ മതി. ഓക്കെ, PCHCl3 അതായത് CHCl3യുടെ പാർഷ്യൽ പ്രഷറിനെ നമ്മുടെ ടോട്ടൽ, നമ്മുടെ റോൾസ് ലോ കണ്ടുപിടിക്കാൻ നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ ടോട്ടൽ പ്രഷറിന്റെ നമ്മൾ പഠിച്ചില്ലേ, ആ ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് കൊടുത്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ ഇവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ CHCl3യുടെ ടോട്ടൽ പ്രഷർ കിട്ടണം അല്ലെ. ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ മക്കളിപ്പോ കണ്ടതാണ്. ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷനിൽ എന്ത് വേണം? മോൾ ഫ്രാക്ഷൻസിന്റെ ആവശ്യമുണ്ട്. മോൾ ഫ്രാക്ഷന്റെ ആവശ്യമില്ലേ? ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഇവരുടെ മോൾ ഫ്രാക്ഷൻ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ അത് നമുക്ക് ഇപ്പൊ ഈസിയാണ് കണ്ടുപിടിക്കാൻ. ആദ്യം തന്നെ CHCl3 അതിന്റെ മോളിക്കുലാർ മാസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കാർബണിന്റെ മാസ് 12, ഹൈഡ്രജന്റെ മാസ് 1, ക്ലോറിന്റെ മാസ് 35.5 ആണ്. എത്ര ക്ലോറിൻ ഉണ്ട് മക്കളെ? 3 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിക്കേ എത്രയാണ് ആൻസർ കിട്ടാൻ നോക്കിക്കേ. നോക്കാം. യെസ്, 119.5 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത്രയും gram per mole. ഓക്കെ, അപ്പൊ ഇതാണ് CHCl3യുടെ മോളിക്കുലാർ മാസ് വരുന്നത്. ആൻഡ് CH2Cl2ന്റെ നോക്കി നോക്കാം കേട്ടോ. CH2Cl2ന്റെ എത്രയാണ് വരുന്നത്? കാർബണിന്റെ മാസ് 12, ഹൈഡ്രജന്റെ മാസ് 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 പ്ലസ് ക്ലോറിൻ 35.5 ഇൻറ്റു 2. ഓക്കെ, എത്ര വരിക നോക്കിക്കേ? 85 അല്ലെ. സോ 85 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും gram per mole ആണ് അതിന്റെ മോളാർ മാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണ്ടേ മക്കളെ? യെസ്, അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് CHCl3 കണ്ടുപിടിക്കുക. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഓഫ് CHCl3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. N total.
ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ മതി. സോ നമ്പർ ഓഫ് മോൾസ് വേണം അല്ലെ, നമ്പർ ഓഫ് മോൾസ് വേണം. ഇവന്റെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഗിവൻ മാസ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഗിവൻ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൻ മാസ് എത്രയാടാ? CHCl3യുടെ ഗിവൻ മാസ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കിക്കേ, ബൈ മിക്സിംഗ് 30 gram CHCl3 ആണ്, 30. അപ്പൊ ഗിവൻ മാസ് 30 ആൻഡ് അതിന്റെ മോളിക്കുലാർ മാസ് നമ്മുടെ കയ്യിലുണ്ട് 119.5. അപ്പൊ 119.5 എത്ര കിട്ടാന്ന് നോക്കാം. നോക്കിക്കോ, നമുക്ക് 0.25 സംതിങ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ മിസ് അത് കൊടുക്കാം, 0.25. ഓക്കെ, ഇനി അടുത്തത് ഇവന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൻ മാസ് ബൈ മോളിക്കുലാർ മാസ് തന്നെ ചെയ്യാം. ഗിവൻ മാസ് 45, മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, 85 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 85 നോക്കിക്കോ. അപ്പൊ നമുക്ക് 0.53 ആണ് കിട്ടുന്നത് കേട്ടോ, 0.53 ആണ് കിട്ടുന്നത്, 0.53. സോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് CHCl3 എത്രയാ മക്കളെ? നമ്പർ ഓഫ് മോൾസ് 0.25 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇവിടെ ടോട്ടൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ എത്രയാ വരിക? 0.25 പ്ലസ് 0.53, 0.78, 0.78 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 0.78 കൊടുക്കാം. 0.25 ഡിവൈഡഡ് ബൈ 0.78 ചെയ്യുക. അപ്പൊ 0.32 എന്ന് കിട്ടും. 0.32. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ എന്തിന്റെ കൂടെ കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2 കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് എത്രയാ? 0.53 ആണ്. അപ്പൊ 0.53 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 0.78. ഡിവൈഡ് ചെയ്ത് നോക്കുക. 0.53 ഡിവൈഡഡ് ബൈ 0.78, 0.67 അല്ലെങ്കിൽ 68 ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. 0.68. ഓക്കെ, അപ്പൊ മോൾ ഫ്രാക്ഷൻസ് കിട്ടി. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ പ്രഷറിലേക്ക് എത്താം. സോ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A പ്ലസ് P0B മോൾ ഫ്രാക്ഷൻ ഓഫ് B ആണ് അല്ലെ. സോ P0A എത്ര മക്കളെ? P0A 400 അല്ലെ. അപ്പൊ 400 into mole fraction of A, mole fraction of A 0.32 plus P0B, P0B എത്രയാ? 615 അല്ലെ. സോ 615 into mole fraction of B, mole fraction of B 0.68. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടും. ടോട്ടൽ പ്രഷർ കിട്ടും. നമുക്ക് നോക്കാം. 400 into 0.32 128 കിട്ടി. ആൻഡ് 615 into 0.68 418.2 അല്ലെ. 128. അപ്പൊ നമുക്ക് 546.2 ആണ് ടോട്ടൽ പ്രഷർ കിട്ടുന്നത്. സോ ഇത്രയാണ് നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മക്കളെ? യെസ്, നമ്മുടെ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് YCHCl3 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് CHCl3 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ അല്ലെ. സോ പ്രഷർ CHCl3യുടെ പ്രഷർ നമുക്ക് എങ്ങനെ കിട്ടുക? PCHCl3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, നമുക്കറിയാം ദാറ്റ് ഈസ് P0 CHCl3 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ആണ് അല്ലെ. P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഇതാ നോക്കിക്കേ, അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ദിസ് ഈസ് P0 CHCl3 ആൻഡ് ഇതാണ് അതിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് 128. 400 ഇൻറ്റു 0.32 ദാറ്റ് ഈസ് 128. ഓക്കെ, സോ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. 128 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ 546.2. 546.2 ആണ് ടോട്ടൽ പ്രഷർ. ഓക്കെ, അപ്പൊ എത്ര കിട്ടുക? യെസ്, 0.23 സംതിങ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 0.23.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. സോ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ക്ലോറോഫോമിന്റെ പാർഷ്യൽ പ്രഷറിനെ അതിന്റെ ടോട്ടൽ പ്രഷർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ പാർഷ്യൽ പ്രഷർ നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, അതാണ് 128 എന്ന് പറയുന്നത്. അതിനെ ടോട്ടൽ പ്രഷർ റോൾസ് ലോ ഉപയോഗിച്ച് ടോട്ടൽ പ്രഷർ കാണുക, അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 0.23 എന്ന് കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, according to Rolle's law, vapor pressure of a solution is directly proportional to. Rolle's law അനുസരിച്ച് വേപ്പർ പ്രഷർ, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്തിനാണ് മക്കളെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്, അല്ലെ? മോൾ ഫ്രാക്ഷൻ ആണ്, നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്റർ നമുക്കറിയാം, കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ട്. നമ്മൾ ഹെൻറീസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു, റോൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെ? നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ഒക്കെ നമുക്ക് അതിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ്. എന്താ മക്കളെ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ച റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ്, അല്ലെ? വളരെ അനുസരണയുള്ള നമ്മുടെ റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. അപ്പൊ ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ റോൾസ് ലോ over the entire range of concentration are known as ideal solutions. ഇനി ഐഡിയൽ സൊല്യൂഷൻസിന്റെ പ്രത്യേകത എന്താണ്? അതിലുള്ള സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെ? എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾവെന്റ് ആയിട്ട് എടുത്തോ, ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആയിട്ട് എടുത്തോ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇന്ററാക്ഷന്റെ പ്രത്യേകത എന്താ മക്കൾക്ക് അറിയായിരിക്കും. സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റ് സോൾവെന്റ്, അതുപോലെ സൊല്യൂട്ട് ഇന്ററാക്ഷൻസ്, അല്ലെ? സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെ? സോ അത്തരത്തിലുള്ള സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസിന് ഈക്വൽ ആയിരിക്കും. സോ അത്തരത്തിലുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാ. ഇനി ഇതിന്റെ കേസിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഉണ്ട്, അതിന്റെ മിക്സിങ്ങിന്റെ കാര്യം, അല്ലെ? അതായത് എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. വോളിയം ഓഫ് മിക്സിങ്ങും ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ 0 ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഇനി അതേപോലെ ഐഡിയൽ സൊല്യൂഷൻസ് പോലെ തന്നെ ഐഡിയൽ സൊല്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആൾക്കാർ ഏതാ? റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ്. അപ്പൊ റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിന് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് വിളിക്കുക. റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. സോ അതിൽ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് ഡീവിയേഷൻ എന്താ? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോൾസ് ലോ ഉപയോഗിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ ഇല്ലേ, ആ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് സൊല്യൂഷന്റെ ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ എങ്കിൽ അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ എന്തായിരിക്കും വരിക നോക്കിക്കേ? ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇപ്പോൾ റോൾസ് ലോ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലാണ് ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ എങ്കിൽ അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എത്തനോൾ, അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. കാർബൺ ഡൈ സൾഫൈഡും അസറ്റോണും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ഇനി ഇവിടുത്തെ ഇന്ററാക്ഷൻ ഏത് ടൈപ്പ് ആയിരിക്കും? പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് ഗ്രേറ്റർ ദാൻ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ആയിരിക്കും. എ ബി ടൈപ്പ് ഇന്ററാക്ഷൻ ഗ്രേറ്റർ ദാൻ AB ടൈപ്പ് ഇന്ററാക്ഷൻ ആയിരിക്കും, അല്ലെ? ഇനി ഇവരുടെ എൻതാൽപ്പി ഓഫ് മിക്സിംഗ്, അതായത് നമ്മുടെ ഡെൽറ്റ H മിക്സ്, അതുപോലെ വോളിയം ഓഫ് മിക്സിംഗ്, ഇതൊക്കെ പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ റോൾസ് ലോ ഉപയോഗിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിലെ അതിനേക്കാൾ
കുറവാണ് നമ്മുടെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എങ്കിൽ, അതിനേക്കാൾ കുറവാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വേപ്പർ പ്രഷർ എങ്കിൽ, പി ഒബ്സർവ്ഡ് ലെസ് ദാൻ പി കാൽക്കുലേറ്റഡ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ. അതിലെല്ലാം നെഗറ്റീവ്. ഡെൽറ്റ എച്ച് മിക്സ് നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ വി മിക്സും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇന്ററാക്ഷൻസ് ഏത് ടൈപ്പാ മക്കളെ, അതും കൂടെ നോട്ട് ചെയ്യുക. ഇന്ററാക്ഷൻ ഏത് ടൈപ്പാ? സൊല്യൂട്ട് സൊല്യൂട്ട്, സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനേക്കാൾ കുറവായിരിക്കും, അല്ലെ, ലെസ് ദാൻ ആയിരിക്കും. അപ്പൊ അതൊരു പോയിന്റ് ആണ്. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾ നമുക്കറിയാം. ഫിനോളും അനിലിനും ക്ലോറോഫോമും അസറ്റോണും ഒക്കെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ലിക്വിഡ് പെയർ ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ? റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ ഇതിൽ ആരാണ് കാണിക്കുക? വാട്ടർ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഈതർ ക്ലോറോഫോം, വാട്ടർ നൈട്രിക് ആസിഡ്, ബെൻസീൻ അസറ്റോൺ. ഏതാ മക്കളെ കാണിക്കുക? യെസ്, ബെൻസീൻ അസറ്റോൺ ആണ് കാണിക്കുക കേട്ടോ. ബെൻസീൻ അസറ്റോൺ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക, ബാക്കിയൊക്കെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് കറക്റ്റ് അബൌട്ട് എ സൊല്യൂഷൻ ഷോവിംഗ് പോസിറ്റീവ് ഡീവിയേഷൻ? അപ്പൊ ഇതിൽ ഏതാണ് പോസിറ്റീവ് ഡീവിയേഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഏതാണ്? വേപ്പർ പ്രഷർ ഒബ്സർവ്ഡ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് കാൽക്കുലേറ്റഡ് ഫ്രം റോൾസ് ലോ. ലെസ് ദാൻ ആണോ? ലെസ് ദാൻ ആണോ? അല്ല. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ റോൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാൾ പോസിറ്റീവ് ആണ്. അപ്പൊ അത് ആലോചിക്കുക. പോസിറ്റീവ് ആവുമ്പോൾ ലെസ് ദാൻ ആവുമോ? ഇല്ല, ഗ്രേറ്റർ ദാനേ ആവുള്ളൂ, അല്ലെ? അപ്പൊ ആദ്യത്തെ ഇൻകറക്റ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വിൽ ബി ഫോംഡ്. അത് കറക്റ്റ് ആണ്, അല്ലെ? നമുക്കറിയാം പോസിറ്റീവ് ഡീവിയേഷൻ ആണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് ഫോം ചെയ്യുക. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴോ, നെഗറ്റീവ് ഡീവിയേഷനിലാണ് എന്ത് ഫോം ചെയ്യുക? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഫോം ചെയ്യുക, അല്ലെ? അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. പക്ഷെ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുക, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് ഫോം ചെയ്യുക. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഡെൽറ്റ എച്ച് മിക്സ് ലെസ് ദാൻ 0, ഡെൽറ്റ വി മിക്സ് ലെസ് ദാൻ 0 കറക്റ്റ് ആണോ? അല്ല. പോസിറ്റീവിന് നമുക്കറിയാം പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് വരിക, അല്ലെ? അപ്പൊ ഇതൊക്കെ ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, ഇഫ് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ആർ മോർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻ, ദെൻ എന്താണ് വരിക? സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ, ദാറ്റ് ഈസ് AB ഇന്ററാക്ഷൻ ആർ മോർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻ. സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഐഡിയൽ സൊല്യൂഷൻ ആണോ? അല്ല. ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ നമുക്കറിയാം ബി ടൈപ്പ് ഇന്ററാക്ഷൻ ഈക്വൽ ടു AB ആണ് വരിക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കേസിൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ഭയങ്കര ഇന്ററാക്ഷനിലാണ്, കൂടുതലാണ്. സോ ഇന്ററാക്ഷൻ കൂടുതലാണെങ്കിൽ അവർക്ക് വേപ്പർ ഫേസിലേക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വേപ്പർ പ്രഷർ കുറയും. അപ്പൊ ഏത് ഡീവിയേഷനാ? നെഗറ്റീവ് ഡീവിയേഷൻ, അല്ലെ? സോ ഇറ്റ് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. ഇറ്റ് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. സോ ഈ ഒരു കേസ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ദിസ് ഈസ് ഫോർ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് മിക്സ്ചർ വിൽ ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ? ഇതിൽ ഏതാണ് ഐഡിയൽ ബിഹേവിയർ എന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ഏതാ? H2O നൈട്രിക് ആസിഡ്, നെഗറ്റീവ് ഡീവിയേഷനാ. അടുത്തത് H2O എത്തനോൾ, ആൽക്കഹോളും വാട്ടറും. ആൽക്കഹോളും വാട്ടറും എന്ന് കണ്ട അപ്പം ആലോചിച്ചോ, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ആൽക്കഹോളും വാട്ടറും പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ഇത് ക്ലോറോഫോമും അസറ്റോണും നെഗറ്റീവ് ഡീവിയേഷനാണ്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ആൻഡ് അടുത്തത് നോർമൽ എക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ. ഇത് ഐഡിയൽ സൊല്യൂഷനാണ്. ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്.
ഓക്കെ മക്കളെ, അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ CUT എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ടെൻഷൻ ഒന്നും വേണ്ട. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് ഫോർ എ സൊല്യൂഷൻ ഷോവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ? അപ്പൊ ഇതിൽ ഏതാ പോസിറ്റീവ് ഡീവിയേഷൻ? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാം പോസിറ്റീവ്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ വി മിക്സും ഗ്രേറ്റർ ദാൻ 0 ആണ് വരിക. അപ്പൊ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? ഡെൽറ്റ വി മിക്സ്, ഡെൽറ്റ എച്ച് മിക്സ് ഒക്കെ ഗ്രേറ്റർ ദാൻ 0. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് ഇതാ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലെ, നമ്മുടെ സൊല്യൂഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം.